പാപം എന്നതിന് ഒരു വിശദീകരണം ആവശ്യമാണ്. പാപം അനുസരണക്കേടാണ്. പാപം ദൈവത്തോടുള്ള ശത്രുതയാണ്. പാപം കൽപ്പനാലംഘനമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നാം അകന്നു പോകുന്നതാണ് പാപം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പാപത്തിന് ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ല. പാപനിമിത്തം ദൈവ തേജസ് നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവദൃഷ്ടിയിൽ നാം എല്ലാവരും പാപികളായി. എന്നാൽ എല്ലാവരും ഒരുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നല്ല, ഏത് ദുഷ്കർമ്മവും ചെയ്യാവുന്ന സാധ്യതകളോടുകൂടിയ ഒരു പ്രകൃതിയുടെ ഉടമസ്ഥരായി തീർന്നിരിക്കുകയാണ് നാം എല്ലാവരും. ആദാമിൻ്റെ ലംഘനമാണ് നാം പാപികളാകാൻ കാരണമാക്കിയത്. നാം പാപികളായി ജനിച്ചത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ആദാമിൻ്റെ പ്രവൃത്തിയാലാണ്. പാപികളെന്ന നിലയിൽ നാം കുറ്റക്കാരാണ്. ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ്. നമ്മുടെ മനസാക്ഷിയും ഈ സത്യം നമ്മോട് പറയുന്നു. ശിക്ഷയെപ്പറ്റിയുള്ള ഭയമാണ് അസമാധാനത്തിന് കാരണം. ലോകത്തിൽ ഇന്ന് കാണുന്ന സകല വിദ്വേഷവും പകയും ആക്രമവും പാപത്തിൻ്റെ ഫലങ്ങളാണ്. പാപം എന്ന വസ്തുതയെ നിഷേധിക്കുന്നത് കൊണ്ട് പ്രയോജനവുമില്ല. എന്നാൽ പാപികൾ പലതരമുണ്ട്. മതഭക്തരും അല്ലാത്തവരുമായ പാപികൾ, പണ്ഡിതന്മാരും പാമരന്മാരുമായ പാപികൾ, ധനവാന്മാരും ദരിദ്രരുമായ പാപികൾ. ഇങ്ങനെ പല ചിന്താഗതിക്കാരും ഉയർച്ച താഴ്ചകളോട് കൂടിയവരുമായ പാപികളുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ എല്ലാവരും പാപികൾ മാത്രം. ആദാമിൻ്റെ ലംഘനമാണ് നാം പാപികളായി തീരാൻ കാരണം എന്ന് നാം കണ്ടു. പാപികളെന്ന നിലയിൽ നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരും ശിക്ഷായോഗ്യരുമാണ്. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഇത് കേവലം ശാരീരിക മരണത്തെ മാത്രമല്ല, ദൈവത്തിൽ നിന്നും എന്നേക്കുമായി വേർപെട്ട് തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ നിത്യകാലം യാതന അനുഭവിച്ച് നരകിക്കുന്ന രണ്ടാം മരണത്തെ കൂടി വിവക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള കഠിന ശിക്ഷയ്ക്ക് ഓരോ പാപിയും വിധിക്കപ്പെട്ടിരിക്കുന്നു.